നമ്മളിപ്പോൾ ഇത് ഇന്റീരിയർ ഫേമിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമുക്കിത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ എന്നുള്ളൊരു വെൽ നോളജ് നമുക്ക് ആദ്യം വേണം. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത്, അതെങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റഡി ചെയ്യണം. അതായത് ക്ലയൻറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഫേമിനെ സമീപിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ കൊട്ടേഷൻ അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. കൊട്ടേഷൻ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതായത് എങ്ങനെയൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്, അത് ഏത് മെത്തേഡിലൂടെയാണ് അവരവിടെ അപ്ലൈ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് വെൽ നോളജ് വേണം. അതുപോലെ തന്നെ അതെങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് വെൽ നോളജ് വേണം. പിന്നെ നമുക്ക് അവർക്ക് ഫാക്ടറി ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് അവർ ഫാക്ടറിയിൽ നിന്ന് അത് ചെയ്തെടുക്കുന്നത്, ഏത് മെത്തേഡിലാണ് അവർ ചെയ്തെടുക്കുന്നുള്ള കാര്യങ്ങൾ. പിന്നെ എക്സ്പീരിയൻസ് സെൻറ്റർ ഉണ്ടെങ്കിൽ അത് നമ്മൾ പോയി വിസിറ്റ് ചെയ്യാം. പിന്നെ അതിലൊക്കെ പുറമെ നമുക്കിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ളൊരു ഇതുണ്ടാവും. നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരാളെ നമ്മൾ ചൂസ് ചെയ്യാവും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഏറ്റവും ബെറ്റർ നമുക്കൊരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷനിൽ ഒരാളെ സെലക്ട് ചെയ്യുന്നതാവും.